പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് തൈലം കൊണ്ടുള്ള അഭിഷേകങ്ങളാണ്. തൈലങ്ങൾ പലതരത്തിലുള്ളത്. തൈലം എണ്ണയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടതാണ്. സുഗന്ധവർഗ്ഗങ്ങൾ ചേർത്ത് തൈലക്കാരൻ്റെ വിധിപ്രകാരം തയ്യാർ ചെയ്യുന്നതാണ് തൈലങ്ങൾ. വേദക പുസ്തകത്തിൽ പലതരത്തിലുള്ള തൈലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾക്കായും തയ്യാർ ചെയ്യുന്ന തൈലങ്ങളിൽ ചേർക്കുന്ന സുഗന്ധവും ഔഷധവുമായ വസ്തുക്കൾ വ്യത്യാസപ്പെട്ടിരിക്കും. വ്യാപാര അടിസ്ഥാനത്തിൽ തൈലങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഗിലിയാദ് നിവാസികൾ ഗിലിയാദ് വൈദ്യന്മാരുടെയും തൈലങ്ങളുടെയും കേന്ദ്രമായിരുന്നു. തൈലങ്ങളുടെ മേന്മയെക്കുറിച്ച് വില നിശ്ചയിക്കുക പതിവായിരുന്നു. ഇപ്പം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന തൈലങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. വിശുദ്ധ തൈലം, ഹോളി ഓയിൽ. ദൈവം മോശയ്ക്ക് കൊടുത്ത കൽപ്പന പ്രകാരം ഉണ്ടാക്കപ്പെട്ട മേത്തരമായ തൈലമായിരുന്നു ഇത്. രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ എന്നിവരെ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്നത് ഈ തൈലമാണ്. സങ്കീർത്തനം 89:20 സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങൾ അഭിഷേകം ചെയ്തിരുന്നതും ഈ തൈലമായിരുന്നു. സങ്കീർത്തനം 89:20 പുറപ്പാട് 30:23-25 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ തൈലത്തെക്കുറിച്ച്.